ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ബി.ജെ.പി. നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. പത്തനാപുരത്തെ എം.എൽ.എ. ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. മന്ത്രി രാജിവെക്കുന്നതുവരെ തുടർ പ്രതിഷേധങ്ങളുണ്ടാകുമെന്ന് ബി.ജെ.പി. നേതൃത്വം അറിയിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മന്ത്രിയുടെ പത്തനാപുരത്തെ എം.എൽ.എ. ഓഫീസിലേക്ക് ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് നടത്തി. എം.എൽ.എ. ഓഫീസിന് മുമ്പ് മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മന്ത്രിയെ വന്ധ്യംകരണം ചെയ്യണമെന്ന ആവശ്യവുമായി മെഡിക്കൽ ഉപകരണങ്ങളുമായിട്ടായിരുന്നു ബി.ജെ.പി. പ്രതിഷേധം. മന്ത്രിയുടെ രാജി ഉണ്ടാകുന്നതുവരെ തുടർ പ്രതിഷേധങ്ങളുണ്ടാവുമെന്ന് ബി.ജെ.പി. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പറഞ്ഞു. ശക്തമായ രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. മഹിളാമോർച്ചയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, സ്വന്തം ഭാര്യയെ ഇത്രയും അതിക്രൂരമായി മർദ്ദിച്ചിട്ട് അത് പ്രണയമാണെന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള പ്രണയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് ഒരു പ്രാവശ്യമല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയോടും ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അത് അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിൽ അടക്കമുള്ള ബൈജു അടക്കമുള്ളവർ ചേർന്നാണ് അന്ന് അദ്ദേഹത്തെ മർദ്ദിക്കുവരുണ്ടായി. അത് ചോദ്യം ചെയ്തതിന് യാമിനി തങ്കച്ചി അടക്കമുള്ളവരെ ക്രൂരമായി അദ്ദേഹം മർദ്ദിപ്പിച്ചു. ഇപ്പോൾ രണ്ടാം ഭാര്യയോടും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർ ഇത്തരത്തിൽ ഉപദ്രവം ഉണ്ടായ സമയത്ത് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളും ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനം, കൊല്ലം.